നിങ്ങൾക്കറിയാമോ, അടുക്കളത്തോട്ടം തുടങ്ങുന്ന 90% ആളുകളും 3 മാസത്തിനുള്ളിൽ തന്നെ അത് നിർത്തുന്നു. കാരണം അവർക്ക് കൃഷി ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഗ്രീൻ തമ്പ് ഇല്ലാത്തതല്ല. ആദ്യത്തെ ദിവസം തന്നെ അവർ ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റാണ് ഇതിന് കാരണം. എൻ്റെ പേര് ഫൈസൽ. ഞാൻ വീടുകളിൽ വിഷരഹിതമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ കുടുംബങ്ങളെ സഹായിക്കുന്നു. ഈ തെറ്റ് എന്താണെന്നും അത് എങ്ങനെ നിങ്ങളുടെ പണവും സമയവും നഷ്ടപ്പെടുത്തുന്നുവെന്നും വെറും 7 ദിവസം കൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരൊറ്റ രൂപ പോലും ഇനി പാഴാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇനി ഉണ്ടാക്കിയെടുക്കാം. സാധാരണ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറയാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കുമ്പോൾ തക്കാളിയും പുതിനയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ബാൽക്കണി കാണും. നമുക്കത് കാണുമ്പോൾ വലിയ ആവേശമാകും. എനിക്കും ഒരു ബാൽക്കണി ഉണ്ടല്ലോ, എനിക്കും അത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ നഴ്സറിയിൽ പോയി തക്കാളി വിത്തും പോട്ട് മിക്സും എല്ലാം വാങ്ങും. യൂട്യൂബ് വീഡിയോകൾ കണ്ട് ആദ്യത്തെ ചെടി നടും, വെള്ളം ഒഴിക്കും, എന്നിട്ട് കാത്തിരിക്കും. 2 ആഴ്ച കഴിയും, ഒന്നും സംഭവിക്കില്ല. 3-ാമത്തെ ആഴ്ച ചെറിയ ഒരു തളിര് വരുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാകും. ദിവസവും 2 നേരം പോയി നോക്കും. 4-ാമത്തെ ആഴ്ച ആകുമ്പോൾ ഇലകൾ മഞ്ഞളിച്ചു തുടങ്ങും, അത് ദുർബലമാകും, ചെടി വാടും. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ വീണ്ടും വളം വാങ്ങിയിടും, മണ്ണ് മാറ്റും, അങ്ങനെ പലതും ചെയ്യും. എന്നിട്ടും ആ ചെടി ഉണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, കൃഷി എനിക്ക് പറ്റിയ പണിയല്ലാന്ന്. എന്നാൽ സത്യം ഇതാണ്, തുടക്കക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. തങ്ങൾ ചെടി നടാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച്, അതായത് ആ ഗ്രോയിങ് സ്പേസിനെ കുറിച്ച് ഒരു ധാരണമില്ലാതെ തുടങ്ങുന്നു എന്നതാണ്. ഇന്ത്യയിലെ തന്നെ 3 യഥാർത്ഥ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ബാൽക്കണി കിഴക്ക് ദർശനമാണ്. ഇൻസ്റ്റഗ്രാം കണ്ട് അവർ അവരുടെ ബാൽക്കണിയിൽ ഒരു തക്കാളി നട്ടു, വെള്ളവും ഒഴിച്ചു. എന്നാൽ അവരുടെ ബാൽക്കണിയിൽ രാവിലെ വെറും 3 മണിക്കൂർ മാത്രമേ വെയിൽ ലഭിക്കുന്നുള്ളൂ. തക്കാളിക്ക് ദിവസവും 6 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള വെയിൽ വേണം. അതിനാൽ ആ ചെടി വെളിച്ചം തേടിക്കൊണ്ട് നീളത്തിൽ വളർന്നതല്ലാതെ അതിൽ ഒരു പൂക്കളും ഉണ്ടായില്ല, ഒരു തക്കാളി പോലും ലഭിച്ചതുമില്ല. അവർക്ക് കൃഷി ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്, മറിച്ച് ആ സ്ഥലത്തിന് അനുയോജ്യമായ ചെടിയല്ല അവർ നട്ടത്. ഒരാഴ്ച സമയമെടുത്ത് ആ ബാൽക്കണി അവർ നിരീക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു അവിടെ തക്കാളിയല്ല, ചീരയോ പുതിനയോ അങ്ങനെ വല്ലതുമാണ് നടേണ്ടതെന്ന്. ഇനി ബാംഗ്ലൂരിലെ ഒരു IT പ്രൊഫഷണൽ, അദ്ദേഹത്തിന് നല്ല വെയിൽ കിട്ടുന്ന ഒരു ടെറസ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സമയം വളരെ കുറവാണ്. അദ്ദേഹം പലതരം പച്ചക്കറികൾ നട്ടു. ഓർമ്മ വരുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കും, ചിലപ്പോൾ 2 നേരം ഒഴിക്കും, ചിലപ്പോൾ തീരെ ഒഴിക്കില്ല. മഴ പെയ്യുമ്പോഴും വെള്ളം ഒഴിക്കും. കൃത്യമായ നന കിട്ടാതെയും ചിലപ്പോൾ വെള്ളം അധികമായി വേര് ചീഞ്ഞുകൊണ്ടും ചെടികൾ നശിച്ചുപോയി. സമയമില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ ഇത് സമയമില്ലാത്തതായിരുന്നില്ല പ്രശ്നം. സ്വന്തം സമയത്തിന് അനുയോജ്യമായ ഒരു സിസ്റ്റം അദ്ദേഹം പ്ലാൻ ചെയ്തില്ല. സമയം നിരീക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഗ്രോ ബാഗുകൾ വെക്കാമായിരുന്നു, ഈർപ്പം നിലനിർത്താൻ കരിയിലോ മറ്റോ ഇടാമായിരുന്നു. അല്ലെങ്കിൽ വെറും 2 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാവുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ അദ്ദേഹത്തിന് അവിടെ വെക്കാമായിരുന്നു. ഇനി ചെന്നൈയിലെ ഒരു കുടുംബം, അവരുടെ ടെറസിൽ അവർ 20 പച്ചക്കറികൾ നട്ടു. പക്ഷെ ചെന്നൈയിലെ ഉച്ചപ്പകൽ ചൂട് 45 മുതൽ 50 ഡിഗ്രി വരെയാകും. 2 മാസം കൊണ്ട് മുഴുവൻ ചെടികളും വെയിലേറ്റ് കരിഞ്ഞുപോയി. കാറ്റടിച്ച് മണ്ണ് പെട്ടെന്ന് ഉണങ്ങിപ്പോയി. അവർ ആ ടെറസ് നിരീക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരു 50% ഷെയ്ഡ് നെറ്റ് കെട്ടാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി തണലുള്ള ഭാഗത്ത് ചെടികൾ വെക്കാമായിരുന്നു. എന്തിനാണ് നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബുദ്ധിമോശം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ സൈക്കോളജിയാണ്. പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. ഒരാഴ്ച കാത്തിരുന്ന് സ്ഥലം നിരീക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. 2-ാമത്തെ കാരണം, സോഷ്യൽ മീഡിയ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർ വിജയങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, അതിന് പിന്നിലെ ഒരുക്കങ്ങളോ പരാജയങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. 3-ാമതായി, മിക്ക യൂട്യൂബ് വീഡിയോകളും ഈ അടിസ്ഥാന കാര്യങ്ങൾ ഒഴിവാക്കി നേരിട്ട് എങ്ങനെ തക്കാളി നടാം എന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ബാൽക്കണിയിൽ തക്കാളി നടാനുള്ള വേരുണ്ടോ എന്ന് ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഇതിനായി വെറും 7 ദിവസം നീളുന്ന ഒരു സിസ്റ്റം ഞാൻ പരിചയപ്പെടുത്താം. ദി 7-ഡേ ഒബ്സർവേഷൻ പ്രോട്ടോകോൾ. ഒരു വിത്ത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. സ്റ്റെപ്പ് 1, സൺലൈറ്റ് ഓഡിറ്റ്. 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും ഇത് ചെയ്തിരിക്കണം. നല്ല വെയിലുള്ള ഒരു ദിവസം രാവിലെ 7 മണി മുതൽ 5 മണി വരെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളുടെ ടെറസോ ബാൽക്കണിയോ നിരീക്ഷിക്കുക. എത്ര മണിക്കൂർ നേരിട്ട് വെയിൽ കിട്ടുന്നുണ്ടെന്ന് നിരീക്ഷിക്കുക. 6 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് വെയിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ തക്കാളി, വഴുതന, വെണ്ടക്ക, മുളക്
ബീൻസ് ഇവയെല്ലാം നിങ്ങൾക്ക് നടാം. 4 മുതൽ 5 മണിക്കൂർ വരെയാണെങ്കിൽ റാഡിഷ്, ക്യാപ്സിക്കം എന്നിവ നടാം. 2 മുതൽ 3 മണിക്കൂർ വരെ മാത്രമേ ഉള്ളൂവെങ്കിൽ, രാവിലത്തെ വെയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ചീര, മല്ലിയില, പുതിന, കറിവേപ്പില എന്നിവ നടാം. സ്റ്റെപ്പ് 2, ചൂടും കാറ്റും നിരീക്ഷിക്കുക. 3-4 ദിവസം. ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളുടെ ഗാർഡൻ സ്പേസിൽ എത്ര ചൂടുണ്ടെന്ന് നോക്കുക. ഭയങ്കര ചൂടാണെങ്കിൽ പ്ലാന്റുകൾക്ക് ഷെയ്ഡ് നെറ്റ് കെട്ടേണ്ടി വരും. അതേപോലെ നല്ല കാറ്റുണ്ടെങ്കിൽ മണ്ണ് ഉണങ്ങാതിരിക്കാൻ വലിയ ഗ്രോ ബാഗ് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടികൾ വാങ്ങേണ്ടി വരും. അതേപോലെ തന്നെ അതിന് മുകളിൽ മൾച്ചിങ്ങും വേണ്ടി വരും. സ്റ്റെപ്പ് 3, വാട്ടർ ഇവാപ്പറേഷൻ ടെസ്റ്റ്. 5-6 ദിവസം. ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് നിങ്ങൾ ഗാർഡൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഈ ഗ്ലാസ് വെക്കുക. 12 മണിക്കൂർ കഴിഞ്ഞ് അതിൽ എത്ര വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് എന്ന് നോക്കുക. നിങ്ങളുടെ മണ്ണ് എത്ര വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും നനയ്ക്കണം. സ്റ്റെപ്പ് 4, സമയവും സ്ഥലവും. വളരെ സത്യസന്ധമായി ചിന്തിക്കുക. ദിവസവും കൃത്യമായി എത്ര സമയം കൃഷിക്കായി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും? 10 മിനിറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ഒരു 3 ഗ്രോ ബാഗിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഈ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും വളരെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാവും. അതിനനുസരിച്ച് മാത്രം ചെടികൾ തിരഞ്ഞെടുക്കുക. ഉറപ്പായും നിങ്ങൾ വിജയിക്കും. ഇങ്ങനെ ചെയ്തവരുടെ മാറ്റം ഞാൻ പറയാം. കൊച്ചിയിലെ അനിത ഈ നിരീക്ഷണം നടത്തിയ ശേഷം അവൾക്ക് മനസ്സിലായി അവൾക്ക് വെയിൽ ലഭിക്കുന്നത്, ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്നത് ഒരു 3 മണിക്കൂർ മാത്രമാണെന്ന്. അവർ തക്കാളി ഒഴിവാക്കി പുതിനയും ചീരയും മല്ലിയിലയും കറിവേപ്പിലയും നട്ടു. ഇപ്പോ ദിവസവും അവർ ഫ്രഷായി വിളവെടുക്കുന്നു. ബാംഗ്ലൂരിലെ രാഹുൽ വലിയ ഗ്രോ ബാഗുകളും അതേപോലെ തന്നെ മൾച്ചിങ്ങും അവിടെ ഒരു ചെറിയൊരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റവും സ്ഥാപിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. ചെന്നൈയിലെ മീര 50% ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ചതോടുകൂടി അവളുടെ ചെടികളിലെ കരിപ്പ് മാറിക്കിട്ടി, നല്ല വിളവും കിട്ടി തുടങ്ങി. ഇവരൊന്നും പ്രത്യേക കഴിവുള്ളവരല്ല. ഇവർ പ്രകൃതിയോട് പടവെട്ടാതെ സ്വന്തം സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് കൃഷി ചെയ്തു എന്നതാണ് അവരുടെ വിജയം. നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്റ്റാർട്ടർ സ്പേസ് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. വെയിൽ, ചൂട്, സമയം എന്നിവ രേഖപ്പെടുത്താനും നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ പച്ചക്കറികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനുമുള്ള ഒരു ഗൈഡ് ഇതിലുണ്ട്. ഇത് തികച്ചും സൗജന്യമാണ്. ഇത് ലഭിക്കാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് കൂടി അവിടെ ചേർക്കുക. ഉദാഹരണം എസ് കൊച്ചി, എസ് ട്രിവാൻഡ്രം, എസ് കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നേരിട്ട് റിപ്ലൈ ആയി ചെയ്തു തരുന്നതാണ്. കൃഷി എന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതിന് വേണ്ടത് ക്ഷമയും നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കലുമാണ്. ഈ ആഴ്ച തന്നെ നിങ്ങളുടെ 7 ദിവസത്തെ ഒബ്സർവേഷൻ നിങ്ങൾ ആരംഭിക്കുക. ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസും സപ്പോർട്ടും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ വളരെ ലളിതമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൃഷി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ കിച്ചൺ ഗാർഡൻ കിക്ക് സ്റ്റാർട്ടിലും ജോയിൻ ചെയ്യാം. ഇതിന്റെ എല്ലാ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. വീടുകളിൽ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഹാപ്പി ഗാർഡനിങ്.